എല്ലാവർക്കും സലു സിമ്പിൾ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ ദോശ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് ചെറുപയർ പരിപ്പും 1/4 കപ്പ് കടലപ്പരിപ്പും 1/4 കപ്പ് വറുത്ത റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വറുക്കാത്തതായാലും കുഴപ്പമില്ല. 1/4 കപ്പ് ഓട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 4-5 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ 1 കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് നമുക്കിതൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഈ സമയം ഇതിന് വേണ്ട ടൊമാറ്റോ ചട്നി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 5 ചുവന്നുള്ളിയും ഒരു 6-7 വെളുത്തുള്ളി അലിയും ഒരു 4-5 വറ്റൽ മുളകും പിന്നെ 1 ടൊമാറ്റോയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ടൊമാറ്റോയാണ്. ചെറുതാണെങ്കിൽ 2 എടുക്കുക. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് ഇത് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ വേണം നമ്മളിത് അരച്ചെടുക്കാനുള്ളത്. അപ്പൊ നമ്മളുടെ ചാനൽ കണ്ടോണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പൊ ഞാൻ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, കുറച്ച് കറിവേപ്പില, 2 വറ്റൽ മുളക് ഇതുപോലെ ഇട്ട് കൊടുക്കും. ഇതൊക്കെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അതിനുശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ടൊമാറ്റോ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ടിട്ട് ഇനിയിപ്പം അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മളിത് ടൊമാറ്റോ അടിച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കുകയും ചെയ്യരുത് കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ടെക്സ്ചർ തന്നെ മാറും. അപ്പൊ ഇത് പാനിലിട്ട് അതിന്റെ ആ ഒരു വാട്ടർ കണ്ടന്റ് ഒന്ന് വറ്റി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. മാറ്റിയിട്ട് ഞാൻ ഇപ്പൊ ഒരു ബൗളിലേക്ക് മാറ്റുവാണ്. അപ്പൊ ഒരുപാട് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാൻ നമ്മളുടെ കുതിർന്ന ഈ കൂട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോകണം. അപ്പൊ ഇതിനിടയിൽ ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പകുതി ബീട്രൂട്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യണം. പച്ച ബീട്രൂട്ടാണ് കേട്ടോ. ഇതോടൊപ്പം തന്നെ 1/2 ടീസ്പൂണോളം കായപ്പൊടിയും 1/4 ടീസ്പൂണോളം വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പൊ പലർക്കും സംശയമുണ്ട് ഇത്ര നേരം കൊണ്ട് പയർ കുതിരോ എന്നൊക്കെ ഉള്ളത്. ഞാനിപ്പം ഈ തയ്യാറാക്കുന്നത് നിങ്ങൾ കണ്ടു നോക്കൂ. ഇതെല്ലാം ഞാൻ പറയുന്ന കറക്റ്റ് മെഷർമെന്റും കറക്റ്റ് ടൈമിങ്ങും ആണേ. അപ്പൊ ബൗളിലേക്ക് ഞാൻ ഈ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഇത് നമ്മുടെ സാധാരണ ഒരു ദോശ ബാറ്റർ എങ്ങനെ ഇരിക്കും അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അഡീഷണൽ ആയിട്ട് വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. പാൻ ചൂടാകുമ്പോഴേക്കും കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് ആ ചൂടൊന്ന് ക്രമീകരിച്ച ശേഷം നമ്മൾ നോർമലി ദോശ ഉണ്ടാക്കത്തില്ലേ അതേപോലെ ഇളക്കി എടുത്തിട്ട് നമുക്ക് ഓരോ തവി മാവ് നമുക്ക് ഈ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പൊ ഇതിപ്പോ നോർമൽ ദോശ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ടൈം അധികം എടുക്കും. അപ്പൊ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാവൂ. ഇനി ഇതിനുള്ളിലേക്ക് നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ആവുമ്പം കുറച്ച് നെയ്യൊക്കെ തേച്ച് കൊടുക്കുന്നതായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇത് റെഡി ആവുമ്പോഴേക്കും ഞാൻ മറിച്ചൊന്നും ഇടുന്നില്ല. ഇത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ കുറച്ച് ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മളുടെ അടിപൊളി ഇൻസ്റ്റന്റ് ബീട്രൂട്ട് ദോശയും ടൊമാറ്റോ ചട്നിയും റെഡി ആയിട്ടുണ്ട്. അടുത്ത സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.